പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എൻ്റെ ആദ്യ വീഡിയോ സമർപ്പിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവൻ കണ്ട് വിലയിരുത്തണമെന്ന് അപേക്ഷിക്കുന്നു. കുറേ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്താം എന്നുദ്ദേശിക്കുന്നു. ഇവർ 1940കളിൽ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ ജീവിച്ചിരുന്നിരിക്കാം. ഞാനിവരെ പരിചയപ്പെടുന്നത് മലയാളത്തിൽ അക്ഷരങ്ങൾ കൊണ്ട് സുവർണ ഗോപുരങ്ങൾ തീർത്ത മലയാളത്തിൻ്റെ പ്രതിഭാധനായ എഴുത്തുകാരൻ പി കേശവദേവിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നാണ്. അദ്ദേഹം 904 മുതൽ 83 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. എറണാകുളം ജില്ലയിൽ കടാമംഗലം എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. 20 നോവലുകൾ, 16 ചെറുകഥാ സമാഹാരങ്ങൾ, 9 ഏകാംഗ നാടക സമാഹാരം, 2 ആത്മകഥാ കൃതിയും രചിച്ച് കേരള അക്കാദമികളുടെ അവാർഡുകൾക്ക് പുറമെ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെയും കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെയും അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച പഴയ 3ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുണ്ടായിരുന്ന ഒരു പത്രാധിപരുമായിരുന്നു. സാധാരണക്കാരൻ്റെ ജീവിതങ്ങൾക്ക് സാഹിത്യഭാഷം നൽകി അവതരിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് ഓടയിൽ നിന്ന്. അത് മലയാളത്തിൻ്റെ അനുഗ്രഹീതനായ സംവിധായകൻ കെ സേതുമാധവൻ അദ്രപാളികളിൽ പകർത്തിയിട്ടുമുണ്ട്. ഓടയിൽ നിന്നെന്ന കൃതിയല്ല ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവലാണ്. അതിൻ്റെ പേരൊക്കെ നമുക്ക് ഈ വീഡിയോയുടെ അവസാനം കാണാം. ഏതായാലും ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന കഥാപാത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. ആദ്യം കടന്നു വരുന്നത് 3 സ്ത്രീകളാണ്. നടുവിൽ പാത്തുമ്മ. അവരുടെ ഇരുവശങ്ങളിലും തെല്ലൊരു നാണത്തോടെ നോക്കുന്ന 2 സമപ്രായക്കാർ. അവരുടെ കണ്ണുകളിൽ യുവത്വം വെള്ളി മീനുകളെപ്പോലെ നീന്തി തുടിക്കുന്നു. ജലീമയും തത്തയും. പേര് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു കൗതുകം തോന്നി. പാത്തുമ്മയുടെ ഭർത്താവ് മമ്മദ് ഒരു കൃഷിക്കാരനായിരുന്നു. അയാൾ കൃഷി ചെയ്തിരുന്ന പുരയിടം ജന്മി തിരിച്ചു വാങ്ങിയപ്പോൾ സഹായിയായ കിട്ടനെയും കൂട്ടി ചാക്ക് കച്ചവടം നടത്തുകയായിരുന്നു. ജലീമയെ പ്രസവിക്കുന്നതിന് മുമ്പ് പാത്തുമ്മ 3 പ്രസവിച്ചിരുന്നു. പക്ഷേ 3 മരിച്ചുപോയി. ഏതായാലും അവർ 4ാമത് ഗർഭിണിയായി. ദിവസങ്ങൾക്കുള്ളിൽ കിട്ടൻ്റെ ഭാര്യ മാധവിയും ഗർഭിണിയായി. 2 ഗർഭിണികൾ. അതിൽ കടിഞ്ഞൂൽക്കാരുടെ കാര്യം മഹാകഷ്ടമായിരുന്നു. അവരെ പരിചരിക്കേണ്ട ജോലിയും പാത്തുമ്മയ്ക്കായിരുന്നു. കാരണം പകല് കിട്ടൻ ഭർത്താവിൻ്റെ കൂടെ ചാക്ക് കച്ചവടത്തിന് പോകുമല്ലോ. വളരെ അനായാസം പ്രസവിച്ച് കിടക്കുന്ന പാത്തുമ്മയെ അത്ഭുതപൂർവ്വം നോക്കി നിൽക്കുന്ന മാധവിയോട് പതിച്ചു തള്ള പറഞ്ഞു, എടി പെണ്ണുങ്ങളായാൽ ഇങ്ങനെ വേണം. 9ാം നാൾ മാധവിക്കും പേറ്റുനോവായി. പതിച്ചു തള്ള ആകെ വിഷമിച്ചു. ആ നാട്ടിൽ വൈദ്യവും മന്ത്രവും അറിയാവുന്ന ഒരേ ഒരാളെത്തി. കവടി നിരത്തി. ഇവൾക്ക് മുൻജന്മശാപമാ. കവടി പറഞ്ഞു. പിന്നെ പരിഹാരക്രിയകളും ചെയ്തു. മടങ്ങിപ്പോയി. രാത്രിയുടെ നിശബ്ദതയെ ഭേദിക്കുന്ന പേറ്റുനോവിൻ്റെ അലവിലികൾ. അടുത്ത വീട്ടിലെ പ്രസവമുറിയിൽ പാത്തുമ്മയെ ഉറക്കിയില്ല. അവർ മാധവിയുടെ കുടിലിലേക്കെത്തി. പുതുപ്പിറവിയുടെ വേദന വിളികൾ അല്പാൽപമായി ഇല്ലാതാകുമ്പോൾ മറ്റൊരു ശബ്ദം, ഒരു നാദം ഉയരുകയായി. പതുക്കെ തുറക്കുന്ന മാധവിയുടെ കണ്ണുകൾ കുഞ്ഞിലേക്കും പിന്നെ അത് പാത്തുമ്മയിലേക്കും എത്തുമ്പോൾ വിറയാർന്ന ആ ചുണ്ടുകൾ അവ്യക്തമായി എന്തോ മന്ത്രിക്കുന്നു. ഇരട്ടകളായി കരുതണം. അത്രയും മനസ്സിലായ പാത്തുമ്മ ആ കുഞ്ഞിനെ വാരിയെടുത്തു. തൻ്റെ മാറോട് ചേർത്ത് ആദ്യമായി മാതാമൃതം നൽകി. ശവദാഹത്തിൻ്റെ 3ാം നാൾ കിട്ടൻ അമ്മയില്ലാത്ത തൻ്റെ കുഞ്ഞിനെ പാത്തുമ്മയെ ഏൽപ്പിച്ച് ആ വേലി കടന്നു പോകുമ്പോൾ പാത്തുമ്മയ്ക്കും ഭർത്താവിനും നിശബ്ദരായി നോക്കി നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ. പിന്നെയുള്ള ദിനരാത്രങ്ങൾ തൻ്റെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ പരിചരണം പോലും മറന്ന് ആ കുഞ്ഞുങ്ങളായി അവരുടെ ലോകം. സമുദായവും ഭർത്താവും എതിർത്തിട്ടും
ആ കുഞ്ഞിനെ വളർത്തുവാൻ തന്നെ അവർ തീരുമാനിച്ചു. തൻ്റെ മകൾക്ക് ജലീമയെന്നും ആത്മപുത്രിക്ക് തത്ത എന്നും പേരിട്ടു അവർ വളർത്തി. അടുത്ത പേമാരിക്കാലത്ത് മമ്മദും ഖബറിലേക്ക് പോയി. പാത്തുമ്മ തകർന്നില്ല. തകരാൻ കഴിയില്ലല്ലോ അവർക്ക്. ഇനി നമുക്ക് മറ്റൊരാളെ പരിചയപ്പെടാം. അയാൾ ദേ ആ ചായക്കടയിൽ തന്നെ നിപ്പുണ്ട്. പട്ടുറുമാൾ തലയിൽ ചുറ്റി കെട്ടുപോയ ബീഡിയും പിടിച്ച് തിളങ്ങുന്ന തൻ്റെ കൊച്ചു കടുവാ കണ്ണുകൾ തുറപ്പിച്ച് ഉച്ചത്തിലുള്ള പത്രവായനയ്ക്കിടയ്ക്ക് അതരങ്ങൾ വശങ്ങളിലേക്ക് കോടിച്ച് വ്യക്തവും ദൃഢവുമായ ആ പത്രവായന കേൾക്കാൻ മാത്രമല്ല കാണാനും നല്ല ചന്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നീലകണ്ഠൻ പിള്ളയുടെ ചായക്കടയിൽ നിത്യമെത്തുന്നവരുടെ എണ്ണം കൂടിക്കൂടി വന്നു. രണ്ടാം ലോക മഹായുദ്ധവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. പത്രവായനക്കാരൻ ഹിറ്റ്ലറുടെ ആരാധകനാണ്. ചായയും വയറ് നിറച്ച ദോശയും ആവശ്യത്തിലുള്ള ബീഡിയും അബ്ദുവിന് പ്രതിഫലമായി നീലകണ്ഠപിള്ള നൽകിയിരുന്നു. അബ്ദു, അതാണ് അയാളുടെ പേര്. ഉമ്മർകുട്ടി മുതലാളിയുടെ 3 മക്കളിൽ ഇളയവനാണ്. ഉമ്മർകുട്ടി മുതലാളി ആ നാട്ടിലെ ധനികനും പ്രമാണിയും സർവോപരി പൊങ്ങച്ചക്കാരനുമായിരുന്നു. ഓതു പഠിപ്പിക്കാൻ വന്ന മുസ്ലിയാരോടായിരുന്നു അബ്ദുവിന് ഏറെ ഇഷ്ടം. നാട്ടിലെ സർവകാര്യ തൽപരനും പാവങ്ങളെ സഹായിക്കുകയും ജാതിപത ഭേദമന്യേ എല്ലാവരോടും സമഭാവനയോടെ പെരുമാറുകയും സഹകരിക്കുകയും യുവത്വത്തിൻ്റെ അല്ലറ ചില്ലറ ചാബല്യങ്ങളും ഒക്കെയുള്ള മൂത്ത ജ്യേഷ്ഠ സഹോദരൻ റഹീമിനെ പറ്റി അബ്ദുവിനോടും മുതലാളിയോടും ഏഷണി കൂട്ടിക്കൊടുക്കുക എന്നതായിരുന്നു മുസ്ലിയാരുടെ മുഖ്യപണി. മുസ്ലിയാരുടെ ഒരേ ഒരു മകൾ 16ാമത്തെ വയസ്സിൽ നിക്കാഹ് നടത്തി പട്ടണത്തിലേക്ക് പോയി. യുദ്ധവും ധൂർത്തും മുതലാളിയെ കുഴപ്പിച്ചു. കച്ചവടം തകർന്നു. മൂത്ത മകൻ റഹീമാണ് തകർച്ചയ്ക്ക് കാരണമെന്ന മുസ്ലിയാരുടെ ഏഷണിയിൽ ബാപ്പായും മോനും കലഹിക്കുന്നു. റഹീം നാട് വിട്ടുപോയി. കൊട്ടാരം വീട് നഷ്ടമായപ്പോൾ മുതലാളി ഭാര്യയെയും മകൻ അബ്ദുവിനെയും കൂട്ടി സ്ത്രീധനമായി കിട്ടിയ 4 സെന്റിലെ കൊച്ചു വീട്ടിലേക്ക് താമസം മാറ്റി. തൊട്ടടുത്ത് നമ്മുടെ പാത്തുമ്മയും മക്കളും. ഏറെ നാൾ കഴിയും മുമ്പേ മുതലാളിയും ഭാര്യയും മയ്യത്തായി. അബ്ദു തനിച്ചായി. നീലകണ്ഠൻപിള്ളയുടെ ചായക്കടയിലെ പത്രവായനക്കാരുമായി. മുസ്ലിം പക്ഷ ആനുകാലികങ്ങളുടെ വായനയും സദസ്സുകളും അബ്ദുവിലെ വർഗീയവാദിയെ ശാക്തീകരിച്ചു. ചായക്കട ചർച്ചകളിൽ ഗാന്ധിയനായ ഗോവിന്ദപിള്ളയുമായി തർക്കത്തിലാകുന്ന അബ്ദു മുഹമ്മദ് അലി ജിന്നയെ പ്രകീർത്തിക്കുകയും മഹാത്മജിയെ ഹിന്ദുവെന്നും കാഫറെന്നും ആക്ഷേപിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകർ ഉൾപ്പെടെ ക്ഷുഭിതരാകുകയും നീലകണ്ഠൻപിള്ള അയാളെ കടയിൽ നിന്നും പുറത്താക്കുകയും ചെയ്യുന്നു. ഇതേ അനുഭവം സ്വന്തം സഹോദരിയുടെ വീട്ടിൽ നിന്നും നേരിടേണ്ടി വരുന്നു അബ്ദുവിന്. അങ്ങാടിയിലെ പാകിസ്ഥാൻ സ്റ്റോർ എന്ന പീടികയിൽ വെച്ച് ചുമട്ടുകാരൻ പയ്യൻ തൻ്റെ പത്രവായന ആക്ഷേപഹാസ്യ രൂപേണ അനുകരിക്കുന്നത് കണ്ട് പ്രകോപിതനാവുന്ന അബ്ദു അയാളുമായും അവിടെ വെച്ച് കലഹിക്കുന്നു. ആ കടയിൽ നിന്നും അബ്ദുവിനെ പുറത്താക്കുന്നു. അപമാന ഭാരത്താൽ പരിക്ഷീണനാകുന്ന അബ്ദു വീട്ടിലേക്കെത്തുമ്പോൾ തളർന്നു വീഴുന്നു. ഇത് കണ്ട് തൊട്ടയിൽ മുറ്റത്ത് നിന്ന പാത്തുമ്മയും മക്കളും ഓടിയെത്തുന്നു. അവനെ താങ്ങി വീടിനുള്ളിലേക്ക് കിടത്തുന്നു. അവനാവശ്യമായ പരിചരണങ്ങൾ പാത്തുമ്മ നൽകുന്നു. എല്ലാ അന്തിക്കും ഉമ്മായും മക്കളും കയറി പിരിക്കും. ജലീമ പാട്ടുപാടും. അത് കേട്ട് മറ്റുള്ളവരും കൂടെ പാടും. എല്ലാ ദിവസവും അതിമനോഹരമായി പാട്ടുകൾ പാടുന്ന ജലീമയോട് അബ്ദുവിന് അനുരാഗമുണ്ടാകുന്നു. അവളെ ശ്രദ്ധിക്കുന്ന അബ്ദുവിനെ അവളും അറിയാതെ പ്രണയിക്കുന്നു. താൻ ആരാധനയോടെ കണ്ടിരുന്ന റഹീം നാട് വിട്ടു പോകുവാൻ കാരണക്കാരൻ അബ്ദുവാണെന്നും അയാൾ തിരിച്ചറിയാൻ കഴിയാത്ത ഏതോ ഒരാപത്താണെന്ന തോന്നലും
അയാളോട് തത്തയ്ക്ക് വെറുപ്പാണ്. തൻ്റെ മകളുടെയും അദ്ദുവിൻ്റെയും പ്രണയം തിരിച്ചറിയുന്ന പാത്തുമ്മ അവരുടെ നിക്കാഹ് നടത്തി കൊടുക്കുന്നു. ഏകാന്ത നിമിഷങ്ങളിൽ വല്ലാതെ ചിന്തയിലേക്ക് വീണിരിക്കുന്ന തത്തയെ കാണുന്ന ആ ഉമ്മ മനസ്സ് വല്ലാതെ വേദനിക്കാറുണ്ട്. ബീഡി തെറുപ്പ് തൊഴിലായി സ്വീകരിച്ചുവെങ്കിലും അദ്ദുവിൻ്റെ ഉള്ളിലെ മതമൗലികവാദി അടിക്കടി വളർന്നുകൊണ്ടിരുന്നു. വൻ നഗരങ്ങളിൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിനാശത്തിൻ്റെ വിപത്തിൻ്റെ വിഭജന വഴികളിലേക്ക് അവനും പതുക്കെ നടന്നെടുക്കുന്നു. കിട്ടൻ, നാട് വിട്ടുപോയ നമ്മുടെ കിട്ടൻ തിരിച്ചു വന്നിരിക്കുന്നു. പുത്തൻ പണക്കാരനായി, പുതിയ പെണ്ണും കെട്ടി. ഇപ്പോൾ കൃഷ്ണൻ മുതലാളിയാണ്. അത് പിന്നെ അങ്ങനെ ആണല്ലോ. ദരിദ്രനാണെങ്കിൽ കിട്ടനും കിണ്ണനും കണ്ണനും കുട്ടനും കട്ടനും ഒക്കെ ആകും. അല്പം പണവും സാമ്പത്തികവും ഒക്കെ ഉണ്ടാകുമ്പോൾ വിളിയുടെ സ്വഭാവം മാറും. കൃഷ്ണ മുതലാളിയാണ് തൻ്റെ പിതാവെന്ന് അയൽക്കാരി അന്നമ്മ വഴി തിരിച്ചറിയുന്ന തത്ത. ആത്മപുത്രി തനിക്ക് നഷ്ടമാകുമെന്ന മാനസിക സംഘർഷത്തിലാകുന്ന പാത്തുമ്മ. ജനിച്ചു വീണ നേരം മുതൽ സ്വന്തം മകൾക്ക് നൽകേണ്ടുന്ന മുലപ്പാൽ പകർന്നു നൽകി തന്നെ വളർത്തി വലുതാക്കിയ ആ ഉമ്മയെ ഉപേക്ഷിക്കുവാൻ തത്തയ്ക്ക് കഴിയുമായിരുന്നില്ല. "മേത്തച്ചിയാന്നോടി നിന്റെ ഉമ്മ?" എന്ന് ചോദിച്ച അയാളോട് "അതെ, മേത്തച്ചിയാണ് എൻ്റെ ഉമ്മ" എന്ന് മറുപടി പറഞ്ഞ് അച്ഛനുമായുള്ള ബന്ധം തത്ത ഉപേക്ഷിക്കുന്നു. ചെറുചെറിയിൽ വിരിയുന്ന പാത്തുമ്മയുടെയും മക്കളുടെയും ജീവിതത്തിലേക്ക് രാജ്യമെമ്പാടും ആഞ്ഞടിക്കുന്ന അശാന്തിയുടെ ചുടുകാറ്റ് അതുവഴി എത്തുന്നു. മുംബൈയിൽ മതസമ്മേളനത്തിന് പോയി മടങ്ങിയെത്തുന്ന അദ്ദു ഇത് കാഫ്ര്യങ്ങളുടെ നാടാണെന്നും ഇസ്ലാമിൻ്റെ മണ്ണ് പാകിസ്ഥാനാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുവാൻ തയ്യാറെടുക്കുന്നു. മറ്റുള്ളവരെ അതിനായി സമ്മർദ്ദത്തിലാക്കുന്നു. പിന്നെ പ്രയാണമാണ്. ഒരു തുള്ളി, പലതുള്ളി, പ്രളയ പ്രവാഹം, അഭയാർത്ഥി പ്രയാണം. ദുരിതഭീകര വഴികളിലൂടെ ജനിച്ച നാടിൻ്റെ നന്മയും വിശുദ്ധിയും സംസ്കാരവും ഉപേക്ഷിച്ച് ദൂരെ ദൂരെ എവിടേക്കോ ചീറിപ്പായുന്ന തീവണ്ടിക്കുള്ളിൽ കുത്തി നിറയ്ക്കപ്പെട്ടും അതിൻ്റെ പുറകിലും പുറത്തുമൊക്കെയായി അട്ടകളെപ്പോലെ അള്ളിപ്പിടിച്ചിരുന്ന് യാത്ര ചെയ്യുന്ന ബഹുഭൂരിപക്ഷങ്ങളുടെയും മുഖത്ത് മറ്റാരുടെയോ പ്രേരണയാൽ യാതനയുടെ സഹയാത്രികരാകേണ്ടി വന്ന നിസ്സഹായ ഭാവം കാണാം. പേരറിയ ദേശത്ത് കൂക്ക് വിളിയോടെ നിൽക്കുന്ന തീവണ്ടിയിലേക്ക് ജയ് ഹിന്ദുസ്ഥാൻ എന്ന കാട്ടാള ഗർജനങ്ങൾ തിരയടിക്കുമ്പോൾ ബോലോ തക്ബീർ എന്ന പ്രതിരോധ ശബ്ദങ്ങളും ഭീകരത സൃഷ്ടിക്കുന്നു. അന്തരീക്ഷത്തിൽ ഇണചേരുന്ന ആയുധങ്ങൾ മനുഷ്യരക്തത്താൽ രതിനൃത്തമാടുന്നു. ആരുടെയോ വാളിനിരയായി അദ്ദുവും അവൻ്റെ ഭ്രാന്തും അവസാനിക്കുന്നു. ഇരുളിൽ നിന്നും വന്നവർ മടങ്ങിപ്പോകുമ്പോൾ നിശബ്ദ നിലവിളികൾ അവശേഷിക്കുന്നു. പൊന്തക്കാടിൽ ഒളിച്ച ജീവന്റെ കണ്ണുകളിൽ അഗ്നിക്കന്നമാകുന്ന ആ തീവണ്ടിയും കാണാം. ഭ്രാന്തി പിടിച്ച ലോകത്ത് അഭയാർത്ഥികളാക്കപ്പെട്ട് മരിച്ചു വീഴുന്നവരുടെ ഗണത്തിലേക്ക് ജലീമയും. നടന്നും വീണും ഇഴഞ്ഞും നീങ്ങുന്ന മനുഷ്യക്കോലങ്ങളുടെ ഇടയിൽ റഹീമിനെ കണ്ടുമുട്ടുന്ന തത്തയും പാത്തുമ്മയും. ദിനങ്ങളോളം
ബഹുദൂരം കാൽനട പ്രയാണത്തിൽ തളർന്നുപോയ തൻ്റെ ഉമ്മയെ തോളിലേറ്റി തുടരുന്ന തത്ത. കാതങ്ങളോളം ദിനരാത്രങ്ങൾ പിന്നിട്ട് തളർന്നവശയായിരിക്കുന്ന തൻ്റെ മകളുടെ ആത്മപുത്രിയുടെ മടിയിൽ തലചായ്ച്ച് സഹനത്തിൻ്റെ സ്നേഹത്തിൻ്റെ അമ്മ വിളക്കണയുന്നു. ദൂരെ ആ കുന്നിൻ മുകളിലെ പള്ളിമേടയിൽ മണിമുഴങ്ങുന്നു. ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുവിൻ, ദൈവത്തിൻ്റെ മക്കളെ സ്നേഹിക്കുവിൻ. ഒരു വെടിയൊച്ച ഹേ റാം എന്ന മന്ത്രാക്ഷരങ്ങളും. അധികാരക്കുതി മൂത്തവർ മണ്ണിനെ ഭ്രാന്താലയമായി മാറ്റുന്നു. നമ്മുടെ ഭാരതഭൂമിയെ ഭ്രാന്താലയമായി മാറ്റുന്നു. 1940 പശ്ചാത്തലത്തിൽ പി കേശവദേവ് രചിച്ച ഭ്രാന്താലയം എന്ന നോവലിലെ സന്ദർഭങ്ങളും കഥാപാത്രങ്ങളുമായിരുന്നു നമ്മുടെ മുന്നിൽ. വർത്തമാന ഇന്ത്യയിൽ വീണ്ടും വീണ്ടും വായിക്കുകയും ചർച്ച ചെയ്യേണ്ട ഒരു പുസ്തകമാണ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രം ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. NBS ഇതിൻ്റെ 19ാമത്തെ പതിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. എല്ലാവരും വാങ്ങുവാനും വായിക്കുവാനും ശ്രമിക്കുക. ഒപ്പം എൻ്റെ ഈ ചെറിയ ചാനൽ, ഒറ്റക്കണ്ണൻ എന്ന ഈ ചെറിയ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും നമസ്തേ. ഹൃദയങ്ങൾ അകലുന്നില്ല.